ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി MA ബേബി നോയിഡയിലേക്ക് ഉള്ള യാത്രക്കിടയിൽ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ. तब आप आकर के मिल सकते हैं, बट अभी इस समय राइट नाउ अभी कोई भी अलाउड नहीं है सिचुएशन। अभी आपको पूरा आश्वस्त करती हूँ कि श्रमिकों को कोई भी दिक्कत नहीं है, सरकार देख रही है, प्रशासन पूरा देख रहा है, जो वेजेस वगैरह हैं वो रिवाइज कर दी गई है, सब जगह नोटिस बोर्ड में लगा हुआ है। और जहाँ तक आपका एक दो लोग नाम बता रहे हैं उसको हम लोग आज देख सकते हैं। നോയിഡയിൽ വലിയ പ്രതിഷേധ സമരമാണ് ഉയർത്തിയത്. ആ തൊഴിലാളികളെ കാണാനും അവർക്ക് അഭിവാദ്യം അർപ്പിക്കാനുമായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി പോകുമ്പോഴാണ് പോലീസ് അദ്ദേഹത്തെ തടഞ്ഞത്. അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ദില്ലി പോലീസ് സ്വീകരിക്കുന്നത്. ഫെമിന ചേരുകയാണ്. ഫെമിന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? सवाल है सर, आप इतने बड़े सदन को रिप्रेजेंट कर रहे हैं, आपके पास नहीं है? हमारे पास मैम का फोन क्यों आया है? कहाँ पे मैम का फोन? मैं हमको कॉन्टैक्ट किया, रिक्वेस्ट किया, political party leader is the chief minister of Uttar Pradesh. Political party leader is the prime minister of the country. You find political people very untouchable. What does this mean? What are you talking? You are appointed by the political process. You have been selected for IPS through the political process. You speak as though politics is something very, untouchable. രാജ്യത്ത് തൊഴിലാളി പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ അസാധ്യമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഏതൊരു വിഷയം വന്നാലും അവിടേക്ക് പോകാൻ രാഷ്ട്രീയ നേതാക്കളെ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉത്തർപ്രദേശിൽ വ്യാപകമായി കാണുകയാണ്. പുറമേ നിന്നുള്ള ഒരു നേതാക്കൾക്കും അവിടേക്ക് പോകാൻ സർക്കാർ അനുവദിക്കുന്നില്ല. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനത്തിലേക്ക് BJPയുടെ എല്ലാ സർക്കാരുകളും പോകുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. ഫെമിന ചേരുകയാണ്. ഫെമിന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ നോയിഡയിലെ തൊഴിലാളികളെ സന്ദർശിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം നോയിഡയിലേക്ക് തിരിച്ചത്. ഈ നോയിഡയിലേക്ക് ദില്ലി കടന്നതിന് ശേഷം നോയിഡ അതിർത്തിയിൽ വെച്ചാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളെ ഈ തൊഴിലാളി സമരം നടക്കുന്ന ഇടത്തേക്ക് കടത്തിവിടില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വഴിയിൽ വെച്ച് പോലീസ് തടയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് റോഡ് അതിർത്തിയിൽ വെച്ച്, അതായത് ട്രാഫിക്കിനിടയിൽ വെച്ച് ആണ് പോലീസ് ഇപ്പോൾ വാഹനങ്ങളെ തടഞ്ഞിരിക്കുന്നത്. A. റഹീം, രാജ്യസഭാ നേതാക്കളായിട്ടുള്ള A. റഹീം, D.